പ്രസാദേട്ടന്റെ വിറ്റാണ് സിദ്ദിഖ് സാർ ഞങ്ങളുടെ ഒരു ഷോയുമായി ബന്ധപ്പെട്ടൊക്കെ ഇരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ വേറൊരു വിഷയം സംസാരിച്ചു. പെട്ടെന്ന് സിദ്ദിഖ് സാറ് പ്രസാദേട്ടനോട് ചോദിച്ചു, ഈ പ്രസാദിന്റെ മുടി വിഗാണോ എന്ന് ചോദിച്ചു. അയ്യോ അല്ല, ഒറിജിനൽ അതെ, നോക്ക് പ്രസാദേട്ടൻ മുഴുവൻ വലിച്ചു പറഞ്ഞത്. എനിക്ക് തോന്നി ഇത്ര മോശമായ വിഗ് ആരും ഉണ്ടാക്കില്ല. ഇങ്ങനെ ഇത്ര മോശമായിട്ട് കാരണം അന്ന് പ്രസാദ മുടി ഇങ്ങനെ ചീക്കി വെച്ചോണ്ട് വന്നേക്കുക. ഇത് പറഞ്ഞതാ, അത് പറഞ്ഞാണ് അവര്. അപ്പോഴേ എല്ലാരും ചിരിക്കുന്നത്. അവിടെ അവരുടെ ഒരു പ്രൊഫൈൽ അല്ലാത്ത ആൾക്കാരുണ്ട്, നമ്മളുണ്ട്, എല്ലാരും ഉണ്ട്. ഒരു പ്രോട്ടോകോൾ ഒന്നും ഇല്ല അവിടെ. പൊട്ടി ചിരിച്ചു പോകുന്ന നർമ്മങ്ങൾ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാതന്ത്ര്യത്തോടെ പറയുമായിരുന്നു. നേരത്തെ പിഷാരി പറഞ്ഞ പോലെ ആ ജനറേഷൻ അതൊരു കുറച്ചുകൂടി ഒരു ആ രീതിയിൽ എൻജോയ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ആ സമയത്ത് സെറ്റുകളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കോമഡി കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഞാൻ എല്ലാരെയും അറിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോൾ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇന്നസെന്റ് ഏട്ടൻ അത് എപ്പോഴും ഉണ്ടായിരുന്നു. രാവിലെ വിളിക്കില്ലേ, പുതിയ കഥ കിട്ടിയിട്ടുണ്ട് ചോദിച്ചിട്ട്, അപ്പൊ ഇനി ഇത് വിൽക്കല്ലേ, അത് മമ്മൂട്ടിയുടെ തല്ലേക്ക് ഇടണോ മോഹൻലാലിന്റെ തല്ലേക്ക് ഇടണോ, മോഹൻലാൽ ഇരിക്കട്ടെ. അങ്ങനെയാണ് കൂടുതലായി പ്രസാദേട്ടൻ. അപ്പോ ഈ ജയറാമേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് തൊട്ടതുള്ളത് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീടുള്ള സിനിമാ കാലഘട്ടത്തിലും ഇതിലുമൊക്കെ എന്തെങ്കിലും പ്രസാദൻ ഇപ്പോഴും ഒരിക്കലും സിനിമ എന്ന് പറയുന്നതിലോട്ട് പോയിട്ടേ ഇല്ല. ഞങ്ങളെ ശരിക്കും പറഞ്ഞ ഞങ്ങളിടയ്ക്ക് ഒരു കേരള കോൺഗ്രസ്സുകാരാ. ഇടയ്ക്ക് പിണങ്ങും, ഇടയ്ക്ക് കൂടും, കേരള കോൺഗ്രസ് പോലെ. അപ്പൊ അത് ഇടയ്ക്ക് പിണങ്ങി കഴിഞ്ഞാൽ കൂടിപ്പിച്ച ആരാന്നറിയോ? അത് ഇദ്ദേഹമാണ്. പ്രസാദിന്റെ മോള് അമേരിക്കയിൽ വെച്ച് കണ്ടപ്പോ എന്നെ ചോദിച്ചു. അമേരിക്കയിലായിരുന്നില്ലേ? സിസ്റ്ററിന്റെ മോള്. ഞാൻ എന്റെ പ്രസാദിന്റെ ഇങ്ങനെ മകളാണ്. അത് ഇപ്പോ അറ്റ് പ്രസന്റ് നിങ്ങൾ തമ്മിൽ വഴക്കിലാണോ? ഞാൻ ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് പറയാം. അല്ല, ഇപ്പൊ ഞങ്ങൾ തമ്മിൽ വഴക്കില്ല. വഴക്കിനുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതോ പ്രസാദനം ഈ സിനിമ അങ്ങനെ പോവില്ല. ഞാന് എന്റെ പടം ചെയ്തപ്പോ, ഈ തത്ത ചെയ്ത സമയത്ത് ഞാൻ പ്രസാദേട്ടനെ എനിക്ക് എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തണം തോന്നി. ഞാൻ പ്രസാദിനെ വിളിച്ചിട്ട് ഒരു വേഷമുണ്ട്, പടത്തെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. കുറച്ച് ഞാൻ വിളിച്ചു, എനിക്കൊരു വേഷം ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഒരാളുടെ പേര് പറയും, ഇത് അയാൾക്ക് കൊടുത്തേക്കെന്നും പറഞ്ഞു അങ്ങനെ വേഷം കൊടുത്തിട്ടുള്ള ആളാണ്. പിന്നെ ഞങ്ങള് ജയറാമേട്ടന്റെ 35 yearsന്റെ ഒരു വലിയ ഇവന്റ് ചെയ്തതിനകത്ത് പ്രധാനം ഉണ്ടായിരുന്നു. ചേട്ടനൊക്കെ കൂടെയാണ് ചെയ്തത്. ഇവരെല്ലാവരും, ഞാൻ പറഞ്ഞത് ഈ ഒരു ഗാങ്ങിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഈ പറയുന്നത് പോലെ നമുക്ക് റെമിനിസ് ചെയ്യാനായിട്ട് കുറെ മൊമെന്റ്സും കുറെ കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ മിമിക്രി കാണിക്കാൻ അന്ന് എപ്പോഴും ഒരു ട്രൂപ്പായിട്ട് പോകുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ജയറാമേട്ടന്റെ ഈ ജയറാമാണ് പിന്നീട് നടനായത് എന്ന് തോന്നുന്ന രീതിയിലുള്ള ജയറാമിന്റെ കഥകൾ എന്ന് പറഞ്ഞാൽ, ജയറാം എന്നും വണ്ടിയിലോട്ട് കയറിയാൽ ആദ്യം പറയുന്നത് ദാമോദരന്റെ കാര്യം, കൃഷ്ണൻകുട്ടിയുടെ കാര്യം, ഇങ്ങനെ ഇങ്ങനെ ഓരോ ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വരും. അപ്പൊ നമ്മളിത് ആരാണ്? കുറെ കഴിയുമ്പോഴാണ് കൃഷ്ണൻകുട്ടിയുടെ തിടമ്പ് അന്ന് കണ്ട പോലെ തന്നെ പിന്നീട് മനസ്സിലാണ് ഇത് ആനയാണെന്ന്. അന്ന് ഇത് തന്നെ വണ്ടിയിലോട്ട് അങ്കമാലിയിൽ നിന്ന് അങ്ങോട്ട് കയറിയായി കഥ പറച്ചില്ല. ശരിയല്ലേ? പിന്നെ ഞങ്ങളൊരിക്കല് പ്രോഗ്രാമിന് പോയി മൈസൂര് പ്രോഗ്രാമിന് പോയപ്പം ഞങ്ങൾ ഈ കാട്ടിക്കൂടെയാണല്ലോ പോകുന്നത്. അപ്പൊ ജയറാം ഉറങ്ങിയിട്ടില്ല. ജയറാം ഈ ആനയെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. ഞങ്ങളൊക്കെ നല്ല ഉറക്കമാണ്. മൈസൂർ എത്തി, പ്രോഗ്രാം കഴിഞ്ഞു. തിരിച്ചു വരുമ്പോഴും പുള്ളി രാവിലെ വരുന്നതല്ലേ, രാവിലെ വരുന്നത് സൈലൻ്റായിട്ട് ഇരിക്കുക പുള്ളി. ഞാൻ എന്താ പറയുന്നത്, വഴിക്ക് വെച്ചൊരു ആനയെ കണ്ടു. ആനയും കുട്ടികൾ നിൽക്കുന്നു. വളരെ നമ്മുടെ വണ്ടിയുടെ ഒരു 5 അടി അകലെ. ഞങ്ങളിങ്ങനെ നിന്നതും ആന എന്ന് പറഞ്ഞൊരു ശബ്ദം ഉണ്ടാക്കി വന്നു. ഞങ്ങളെല്ലാം പേടിച്ചു പോയി. വണ്ടി ഭയങ്കര സ്പീഡിൽ വണ്ടി വിട്ടു. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് സൈലൻ്റായി പോയി. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. കാരണം ജയറാമിൻ്റെ മുഖമൊക്കെ ചുവന്നു പോയി ഇങ്ങനെ പേടിച്ചിട്ടേ. ആനയും കുട്ടിയും കൂടെ ഒരുമിച്ച് നിന്നാണ് കാണുന്നത്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിർത്തിയിട്ട് പല്ല് കേൾക്കണമല്ലോ. അങ്ങനെ കൊളക്കടവിൽ, അതൊക്കെയാണ് അന്നത്തെ 5 സ്റ്റാർ. കൊളക്കടവിൽ ഞങ്ങൾ പതുക്കെ ഇറങ്ങി, പതുക്കെ അവിടെ ചെന്ന് ജയറാം മുഖമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പുറകെ വന്നിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കി. എടുത്തൊരു ഓട്ടം ഓടിയിട്ട്, കാരണം ആനയെ കണ്ടാ പേടിയിലാണ്. അങ്ങനെ ഉണ്ടായ വേറെ സംഭവങ്ങളുണ്ട്. ജയറാമിന് കാട്ടാന വന്നാൽ എന്താ പ്രശ്നം എന്നുള്ളത് അതിന്റെ സീരിയസ്നെസ് ഇവർക്ക് അറിഞ്ഞൂടാ. നേരിട്ട് കണ്ടിട്ടുള്ള